ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളെ കാറിൻ്റെ വയറിംഗ് ഒന്ന് ചെറുതായിട്ട് പോയിക്കുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ടൈം ചെയ്താലും 1 മണി ആയിരിക്കുന്നു. 1 മണിക്കാണ് എണീച്ച്. കോളേജും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി എണീച്ച്. അപ്പോൾ നമുക്ക് നമ്മളെ ഫസ്റ്റത്തെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ പോണ വഴിക്ക് തനുവിനെ അമ്മ കൂട്ടാണ്ട് ഈങ്ങാപ്പയാണ് നമ്മൾ വയറിങ് എന്നാക്കാൻ പോകുന്നത്. അപ്പോൾ ഡീസൽ കാർ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് എന്താ പറയുക വെയിറ്റ് ചെയ്യേണ്ടിയുണ്ട്. വണ്ടി എടുത്ത് അങ്ങനെ പോകാൻ പറ്റൂല. അപ്പോൾ ഗൈസ്, നമ്മളെ തനുവിൻ്റെ വീട്ടിൽ നിന്ന് തനുവിനെ പിക്ക് ചെയ്തു. അപ്പോൾ ഗൈസ്, നമ്മളിതാ താമരശ്ശേരി എത്തിയ അവസാനം നമ്മൾ തനുവിനെയും പിക്ക് ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിരിക്കുന്നത്. നമ്മളെപ്പോഴും ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ടാണ് എത്തല്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ വണ്ടി അതെ ഇപ്പൊ നമ്മൾ കാണിച്ചില്ല. ഇതാണ് നമ്മളെ ഷോപ്പ്. ഇതാ കാറിന്റെ ടയർ ഫുള്ളയച്ച്. എലൈൻമെന്റ് ചെക്ക് ചെയ്യാണ്. ഇപ്പൊ ഗൈസ്, ടയറൊക്കെ കണ്ടില്ലേ, ഫുള്ള് മൊട്ടായി കിടക്കാണ്. ടയറൊക്കെ മാറ്റണം. ഒന്നിന് 1500 റുപ്യ വെച്ചാണ്. ഗൈസ്, നമ്മള് എന്താ പറയാ എലൈൻമെന്റ് ചെക്ക് ചെയ്യാണ്. 4 ടയറും എലൈൻമെന്റ് ചെക്ക് ചെയ്യുവാണ്. ഗൈസ്, നമ്മളെ കാർ അവിടെ അലൈൻമെന്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ കിട്ടിലും വെറൈറ്റി കടി എടുക്കണം. അപ്പൊ നമ്മള് ഈ കടി എന്ത് കടിയാണല്ലോ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എന്താ അവസ്ഥ? ഉള്ളപ്പോ പറഞ്ഞാൽ മതിയേ. ബ്രെഡിനുള്ളിൽ മുട്ട വെച്ചാൽ മുട്ട കടി എത്തില്ല. മസാല ഉള്ളി മസാല ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ അത് പറയും. ഞാൻ എന്റെ പറഞ്ഞതാ. കൊള്ളാം. 2 കോയമ്പത്തൂർ മസാലയൊക്കെ അല്ലേ. ഇപ്പൊ ഗൈസ്, നമ്മളങ്ങനെ എലൈൻമെന്റ് ഒക്കെ ചെയ്തതിന് ഇനി നമുക്ക് നേരെ നമ്മളെ ലൈറ്റ് ഒന്ന് ശരിയാക്കാൻ പോണം. അപ്പൊ നമുക്ക് നേരെ ഈങ്ങാപ്പുഴയിലേക്ക് തിരിക്കാം. അപ്പൊ ഗൈസ്, നമ്മളിതാ ഇവിടാണ് നമ്മള് എന്താ പറയുക വയറ് നന്നാക്കാൻ വന്ന്. അപ്പൊ ഇവിടെ ഉള്ള ആള് ഇവിടെ ഇല്ല. അപ്പൊ ഇവിടെ വേറൊരാൾ വന്ന് നന്നാക്കാന്ന് പറഞ്ഞു. ഈ ലോറിയുണ്ട്, ഈ ലോറിന്റെ കഴിഞ്ഞിട്ട് വേണം നമ്മളിത് റെഡിയാക്കാൻ. നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഗൈസ്, നമ്മള് 1 മണിക്കൂർ ഏകദേശം വണ്ടി നന്നാക്കാൻ. അപ്പൊ അതിന് നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് കയറാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി കിട്ടിയാവും. നമ്മളെ കാറിന്റെ പണി കുറച്ചൊക്കെ തീർത്ത്, പിന്നെ കുറച്ചിനി ബാക്കി കുറച്ച് കാലം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാനാവും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മെല്ലനായിട്ട് തിരിക്കാൻ വിചാരിച്ചു. നേരെ കൊട്ടാരക്കോ തരാന്ന് പോവാൻ വിചാരിച്ചു. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ എന്താ പറയാ കാറിന്റെ പരിപാടി ശേഷം കഴിഞ്ഞ് നമ്മൾ ഒരു സാധനം എടുക്കാൻ പോവാ. ലിക്വിഡ് ഓണ റോഡറ്റാണ് ശോകം. ഫസ്റ്റ് സെക്കൻഡ് ഇട്ട് ഇങ്ങനെ പോവാ. ഇപ്പോഴാണ് എത്തുന്നില്ല. ഇപ്പൊ കുറച്ച് റോഡുണ്ട്, പിന്നെ കുറച്ച് എത്തുമ്പോ പിന്നെയും പഴയ റോഡാവും. അപ്പൊ എന്തായാലും ലിക്വിഡ് എടുക്കാൻ പോട്ടെ. ഗൈസ്, നമ്മളങ്ങനെ അപ്രതീക്ഷിതമായി നമ്മളെ ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടെത്തുകയാണ്. ഫ്രണ്ടിന്റെ നാട്ടിലാണ് ഇപ്പൊ നമ്മളുടെ. ഇപ്പൊ ഗൈസ്, നമ്മളങ്ങനെ കാറൊക്കെ നന്നാക്കി വന്ന്. അപ്പൊ കാറൊക്കെ നന്നാക്കി വന്ന് ബാക്കിയുള്ള വ്ലോഗ് എടുക്കുമ്പോഴേക്കും നമ്മളേല് ഓൻ്റെ 1% ചാർജ് ഇല്ല. ഒരു കാര്യമില്ല. ഇന്ത്യയിലും തീർന്നു. ഇന്ത്യ 80 ഉണ്ടായിരുന്നു, ഒക്കെ തീർന്നു. അങ്ങനെ എന്താക്കി നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയിനു, പക്ഷെ ഒന്നും നമുക്ക് എടുക്കാനില്ല. ഭയങ്കര എന്തായി പോയിട്ടു. കാരണം നമ്മൾ പോയ സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ഫാന്റാസ്റ്റിക് ആയിരുന്നു. അതെ. അപ്പൊ എന്താ പറയാ തീർന്നു പോയി. അപ്പൊ നമ്മള് ഇന്നിപ്പോ നമ്മളെ പരിപാടി എന്താ വെച്ചാല്, അതായത് അതേതായാലും കഴിഞ്ഞു. ടൗണിൽ പോകാൻ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതെ, ടൗണിലൊന്നും നമ്മള് പോണില്ല. ടൗണിൽ പോണ അപ്പൊ നമ്മളൊന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഇന്ന് നമ്മളെ പൊരക്കാർക്ക് മൊത്തത്തിൽ ഡ്രസ്സൊക്കെ വാങ്ങി ഫുൾ ട്രീറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ നമുക്ക് ഓൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ പോവാം. അപ്പൊ നമുക്ക് നേരെ പോവാം. വണ്ടിയുടെ നമ്മളെ പ്ലാൻ എന്താ വെച്ചാല്, നമ്മള് പൊരക്കാരെല്ലാവർക്കും ഫുഡ് വാങ്ങി കൊടുക്കാനുള്ള നമ്മൾ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകും.
അങ്ങനെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വാങ്ങി വെച്ച ഡ്രസ്സ്, നമ്മളിപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ പോലെ ആ ഡ്രസ്സൊക്കെ നമ്മളെ ഷോപ്പിലാണ് വെച്ചത്. അപ്പം നമ്മളെ ഷോപ്പിൽ നിന്ന് എന്താക്കും, ഞാനും തനും പോയി ഞാനിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കും. പോലെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു വെച്ചു. അങ്ങനെ നമ്മളിതാ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി എവിടേക്ക് പോവാ, ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഷോപ്പിലേക്ക് പോവാണ്. നമ്മള് ചുരിദാർ വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ വന്നിക്കണം. ആദ്യടാ നടക്ക്. ഇത് രണ്ടും 3XL ഉള്ളു. എനിക്കറിയില്ല. ആ റോ ഫുള്ള് 3XL. എന്റെ ഷാള് ഇതാ. മോനെ ചുരിദാർ കിട്ടിക്കുന്നു, പെട്ടെന്ന് തന്നെ കിട്ടിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മള് ചുരിദാർ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ കുറച്ച് എടുക്കാനുണ്ട്. ഇതാക്കല്ലേ, എന്നാ ഇതെടുത്തോളി. അല്ല പിങ്ക് അല്ലേ, പിങ്കാണോ ഗ്രീനാണോ നല്ല? ഏതാ നിങ്ങളെ അഭിപ്രായം? നിങ്ങളെ പ്രത്യേകത പിങ്ക് ആക്കാം. എന്നാ ഷർട്ട് തുണി ആക്കിട്ടു. ഷർട്ട് ഇല്ലേ? ഷർട്ട് ഉണ്ട്, തുണി വാങ്ങാം. ഷർട്ടും മുണ്ടും മോള. എന്നാ ഓക്കെ, നിങ്ങള് മോളോട്ട് വരുന്ന ഇതാണ് നമ്മൾ പൊള്ളിക്ക് പോലെ ഇനി നർപ്പിച്ചാ മതിട്ടോ. ഇതിന് പർച്ചേസ് ചെയ്യണ എന്തോ വാങ്ങേണ്ടി വരും. ഓ പിന്നെ നമുക്ക് കുറച്ച് ഷർട്ട് കളക്ഷൻ നോക്കാം. ലൈറ്റ് കളറേ പറ്റിയ ഓറഞ്ച്. ഓറഞ്ച് കാര്യമുള്ള കൊണ്ടെടുത്താലോ? അല്ല, നീല കളർ ആടെ ഉണ്ട്, ഒരു പച്ചയിൽ എടുത്തോളി. അത്രയൊക്കെ ഒന്നും വേണ്ട. മതിയോ? അത് വേണ്ട, അത് വേണ്ട, അതിന്റെ ക്ലോത്ത് ശരിയില്ല. എനിക്ക് ഇതിന്റെ XXL കിട്ടും. അത് പറ്റിട്ടു. ഇതിന്റെ XXL മതി. XXL കാണോ? XL ചെറുതാണത്. എനിക്ക് സൈസ് കിട്ടിയില്ല. ഇനി ഷാൾ ഉണ്ടാവില്ലല്ലേ? ഓ അത് പേക്കാക്കാം. ഓ അടുത്ത്. ഓ അത് അതല്ല, ഹലോ, കോമ്പോ എത്ര ചെയ്യും? നമ്മളിതാ പൊരക്കാർക്കുള്ള എല്ലാ ഡ്രസ്സും വാങ്ങി. ഇനി നമ്മക്ക് നേരെ പൊരേക്ക് പോകുന്നതിന് മുമ്പ് വേറെ കുറച്ച് പരിപാടി ഉണ്ട്. ഇത് സർപ്രൈസ് ആണല്ലോ, അപ്പൊ നമ്മക്ക് ഇത് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചേക്കാണ്ട്. നമ്മളെ അജിയേട്ടൻ എല്ലാം അജിയേട്ടൻ എന്ത് പ്രിന്റിങ്ങോ. അതെ, കൊടുവള്ളി പോസ്റ്റ് ഓഫീസിലാണ് അതിന്റെ എല്ലാ പ്രിന്റിങ്ങും നമ്മൾ അജിയേട്ടൻ ലഭിക്കും. ഓഗസ്റ്റ് 15-ന് ഫ്ലാഗും ഉണ്ട്. അതെ, ഫ്ലാഗ് എല്ലാവിധ സർവീസും എല്ലാം ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കുക. എല്ലാരും 5 റുപ്യക്ക് 10 റുപ്യ പ്രിന്റ് എടുക്കും. അജിയേട്ടൻ 5 റുപ്യ തരും. ബുക്ക് ഉണ്ടോ? പിന്നെ കളിക്കൊടുക്കൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങളെ വേണ്ടപ്പെട്ട ഒരാളാണ് അലാൻസ്. മൊബൈലിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾക്ക് റെഡി ആയി തരുന്ന ഒരാളാണ് നിങ്ങളെ സ്വന്തം സർവീസർ അലാൻസ്. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളെ ഷോപ്പിലേക്ക് വരിക, പാണ്ടാസ്റ്റോ. അപ്പൊ ആളെ ശരിക്കുള്ള പേര് നമുക്ക് അറിയൂല എപ്പോഴും, പക്ഷെ നമ്മൾ അലാൻസ് എന്ന് വിളിക്കുന്നത്. അലാൻസ് കറക്റ്റ് ചേർച്ചുണ്ട്. ഗൈസ്, നമ്മൾ കേക്ക് വാങ്ങാൻ ഒന്നാണ് ആനിവേഴ്സറി ആണ്ട്. ഇതാ 500 ഇതെടുത്തു. അങ്ങനെ ഗൈസ്, നമ്മള് കേക്ക് വാങ്ങാൻ വേണ്ടി എത്തിയാണ്. വെഡിങ് ആനിവേഴ്സറിന്റെ ഗിഫ്റ്റിനുള്ള പർച്ചേസ് നമ്മള് അത് പറയാൻ. അപ്പൊ നമ്മള് കേക്ക് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കഴിച്ച് വന്നിട്ടാണ് നമ്മള് സർപ്രൈസ് സംഭവം.
അപ്പൊ നമ്മളെ കേക്ക് റെഡി ആയിക്കണേ. കേക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. എനിക്കാണ്ട മോനെ കേക്കാണ്, അമ്പിളി ആക്കരുത്. ഇപ്പൊ ഗൈസ് നമ്മൾ പൊരിക്കാരെല്ലാരെയും റെസ്റ്റോറന്റിലേക്ക് എന്താക്കാൻ വിട്ട്, ഫുഡ് കഴിക്കാൻ വിട്ട്. ഇനി നമ്മക്ക് പോയി സർപ്രൈസിന്റെ കാര്യങ്ങൾ ഒരുക്കാം. അതെ, ഇപ്പൊ ഗൈസ് പൊരിക്കാരൊക്കെ നമ്മള് ഫുഡ് കഴിക്കാൻ വിട്ടതിന് ശേഷം നമ്മളിതാ പോപ്പർ വാങ്ങാൻ ഫാൻസിയിലേക്ക് വാങ്ങാം. ഓരൊക്കെ വിളിക്കാൻ തുടങ്ങിയത് നമ്മള് പോപ്പർ വാങ്ങി നേരെ പോരെ പോയി ആദ്യം എല്ലാം സെറ്റ് ചെയ്യണം. എന്താ ചെയ്യാ, എല്ലാരും വിളിക്കാൻ തുടങ്ങി പോരെ. നമ്മളിതാ പറത്തിച്ച് പോയിക്കൊണ്ടിരിക്കാണ് എല്ലാം സെറ്റ് ചെയ്യാൻ. അപ്പൊ ഗൈസ് നമ്മൾ എന്താ പറയാ, അപ്പൊ ഗൈസ് നമ്മളിതാ എല്ലാ സാധനവും ഇതാ മറ്റേ സെറ്റ് ആക്കി പുര എത്തിച്ചിരിക്കണേ. ഇനി നമുക്ക് ബാക്ക് കൂടെ ചാവി തുറന്നു എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാണ്ട്. അപ്പൊ ഗൈസ് നമ്മള് ഗിഫ്റ്റ് എല്ലാം ഇത് അങ്ങനെ സെറ്റ് ആക്കിയാണ് വെച്ചിക്കണേ. ഇനി നടുവിലൊരു കേക്ക് കൂടി വെക്കും. അപ്പൊ നമുക്ക് പിന്നെ പെരും വിളി വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. അതോ എന്തോ അങ്ങനെ അങ്ങോട്ട് തരി. നടന്നു ആട്ടി മണ്ടന്മാരെ മണ്ടന്മാരെ വീടാണ് ഞാൻ ഓണാക്കില്ല പാടൂലേടാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരു പാട്ടയിലും ഒരു പ്രശ്നമില്ല. ഞാൻ വിചാരിച്ചു നിങ്ങള് പോയി കൊളാക്കി. ഇത് കണ്ടറിഞ്ഞ് നിങ്ങള് ചെയ്ത് വിളിച്ച് കേക്ക് കുറിച്ചോളി. ഹലോ മുറിച്ചോളി, കേക്ക് കുറിച്ചോളി. എന്നാ വാ പോർട്രേറ്റ് ചെയ്ത് എടുക്ക് വാ. ആണോ എല്ലാവർക്കും എല്ലാത്തിലും എല്ലാം ഉണ്ട്. ബബിൾ ഗ്രാൻഡാ. ഓക്കെ ജിന്താതനോട് ഒന്ന് വരാൻ. ഓക്കെ ഇതാ മേമ ഇത് നിങ്ങക്ക്. ഇതാ ഇത് നിങ്ങക്ക്. ഇത് നിങ്ങക്ക്. ആദ്യം ഇതൊന്ന് പിടിച്ചോ. പിന്നെ ഇത് നിങ്ങക്ക്. ഇത് നിങ്ങക്ക്. ഫേന നേടി. ഇത് ചിന്താതൊക്കെ ഇങ്ങനെ വിളിച്ചു ഞാൻ പൊരേനുള്ളു. ഞാൻ പണ്ടേ അർശുവിന് റെഡിയല്ലേ? വീഡിയോ എടുത്ത് എന്താ എന്താ തുറക്കി ജിന്താദന്റെ ജിന്താദന്റെ ഹസൻഡും. അതൊക്കെ ഉണ്ടാക്കുള്ളൂ. അർശുവിന്റെ അർശു വന്നിട്ട് ഇല്ല എല്ലാം ഉണ്ട്. മാറ്റി വാങ്ങിക്കോളോ വിചാരിച്ചിട്ട് ആറ് തന്നെ വാങ്ങി. എല്ലാം അതിന്റെ ബില്ലൊക്കെ അതിലുണ്ട്. ലോട്ടറി അടിച്ചോ? കഴിക്ക് കഴിക്ക്. കഴിക്കാതെ
ആടല്ലേ വെച്ച ഏറ്റവും വലുതെടുത്ത് കേട്ടോ. ആ ആരെയൊക്കെ പോയി എടുത്താൽ നിങ്ങൾ പോയി പോന്നാ ഞാനും വരും വൈകുന്നേരം പോയി. പിന്നെ കോഴിക്കോട് പോയി മറ്റേ ഇന്നലെ എടുത്ത്. ആ രണ്ട് കറക്റ്റ്. ഞാൻ നിങ്ങള് പോയപ്പോ നിങ്ങളെ റൂമിൽ കയറി നിങ്ങളെ സൈസ് നോക്കി. നിങ്ങളെ എക്സൽ ആണ് അപ്പോൾ എക്സൽ ആയിട്ട്. ആ ഞാൻ ഡെനിമ എടുത്ത് നോക്കി. ഓല് പറഞ്ഞ് ക്ലോത്ത് വ്യത്യാസം ഉണ്ടാവും, ക്ലോത്ത് അങ്ങനാണ്, അപ്പൊ അത് ഇങ്ങനെ ആയിരിക്കും വരാന്ന് പറഞ്ഞു. എന്നെ പേടിപ്പിച്ചു. എല്ലാം മാറ്റി. ആ അങ്ങനെ ഗായ്സ് നമ്മളിതാ നമ്മളെ പാണ്ടേക്ക് എത്തിക്കുന്നു. അതായത് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതാ എന്ത് സർവീസ് ഉണ്ടായാലും കൊടുവള്ളി പാണ്ടാസ് പേ വരിക. നല്ല കേസ് അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. ലൈവ് തന്നെ വെച്ച സർവീസും ചെയ്യേണ്ടതാ. സ്വന്തം ഫോൺ തന്നെ. ഇതല്ലോ സർവീസർ. ഓന് സർവീസ് പഠിക്കുക. അത് ഓന്റെ മൊബൈൽ കേട്ടോ. ഇതല്ലേ സർവീസർ. സർവീസർ നല്ല ക്വാളിറ്റി ഉള്ള സർവീസർ ഞാൻ നേരത്തെ കാണിച്ചതാണ്. അപ്പൊ ഗൈസ് എന്താ പറയാ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ വാബി ജവാദിനോടൊപ്പം ഇറ്റ്സ് മീ മുഹമ്മദ് ഷാ സൈനിങ് ഔട്ട്.